ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2 ദിവസം കൊണ്ട് ഇനി +2 എക്സാമിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കഠിനമായ തയ്യാറെടുപ്പിലാണ്. വേനൽ മഴ നമുക്ക് ശക്തി പകരുന്നുണ്ട്. നമുക്ക് എക്സാമിന് മാക്സിമം മാർക്ക് നിങ്ങളോരോരുത്തരെയും കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി മാർക്ക് നേടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയുള്ള നിങ്ങളുടെ ഭാവി നിങ്ങളുടെ +2 മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു അഡ്മിഷനും. ഈ ഒരു മാർക്കും വാല്യുബിളാണ്. അറബിക്കിൻ്റെ മാർക്കും ഏതൊരു സബ്ജക്റ്റിനെ പോലെ തന്നെയും അതും വാല്യുബിളാണ്. സോ ഓരോ മാർക്കും നിങ്ങൾക്ക് അറബിക്കിൽ ചിലപ്പം ഫുൾ മാർക്ക് തന്നെ നേടാൻ വേണ്ടിയിട്ട് കഴിയും. ഗ്യാരണ്ടീഡാണ്. നമ്മുടെ വീഡിയോസ് മാത്രം കണ്ടാൽ മതി. നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ ലഭിക്കും. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അൽ മുഖദ്ദിറാത്ത് വ ഇൽറാർ വ അലസ്ഹ എന്ന് വെച്ചാൽ ലഹരി പദാർത്ഥങ്ങൾ അത് ശരീരത്തിനെ എങ്ങനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നു, എങ്ങനെ നെഗറ്റീവായിട്ട് അത് സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും ഇത് ചോദിക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു കുറിപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എസ്സേ എന്ന് പറയുമ്പോൾ അറബിക്കിൽ എസ്സേ ഒരു 5 സ്ട്രക്ചേർഡ് ആയിട്ടുള്ള 5 പാരഗ്രാഫുള്ള ഒരു സാധാ എസ്സേ എന്നും ആവണമെന്നില്ല. 1-2 പാരഗ്രാഫ് മാത്രം മതിയാകും ഒരു അറബിക് എസ്സേ എന്ന് പറയുമ്പോൾ. നിങ്ങളൊരു +2 ലെവലാണ്. നമുക്ക് ഈ ഒരു ഭാഷ അജ്നബിയാണ്, അതായത് നമുക്കിതൊരു വിദേശ ഭാഷ തന്നെയാണ്. സോ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലാണ് ഈ ഒരു ഭാഷ ഈ ഒരു എസ്സേ തയ്യാറാക്കേണ്ടതുള്ളൂ. അതൊരു 2 പാരഗ്രാഫ് മതിയാകും. അതായത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ 1.5 പേജ്, അതായത് ഒരു പേജും അപ്പുറത്തെ ഒരു അരഭാഗവും അത്രയും ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനിയും പറ്റുന്നില്ലെങ്കിൽ ഒരു പേജ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഈ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന് എഴുതാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു ഹെഡിങ് നൽകിയിട്ടുണ്ട്. അൽ മുഖദ്ദിറാത്ത് വ ഇൽറാർ വ അലസ്ഹ. എങ്ങനെയാണ് അൽ മുഖദ്ദിറാത്ത് ലഹരി വൽറാറുഹ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ, ലസുഹ ശരീരത്തിൻ്റെ മേലിൽ ആരോഗ്യത്തിൻ്റെ മേലിൽ. അൽ മുഖദ്ദിറാത്ത് അതുൽ ഇൻസാൻ. അൽ മുഖദ്ദിറാത്ത് ലഹരി എന്ന് പറയുന്നത് നർക്കോട്ടിക്സ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മനുഷ്യന്മാരുടെ ശത്രുവാണ്. തുഅദി അസ്വഹത് അൽ ജിസ്മിയത്ത് വൽ അഖ്ലിയ. എന്തിനെയൊക്കെ ബാഡായിട്ട് ഹാം ചെയ്യുന്നുണ്ട്? സുഹദുൽ ജിസ്മിയ ശരീരത്തിനെയും വൽ അഖ്ലിയ അതേപോലെ തന്നെ മാനസികാരോഗ്യത്തെയും അതൊരേപോലെ ബാധിക്കുന്നുണ്ട്. ഇസ്തിഖ്ദാമും ഉപയോഗം എന്ന് പറയുന്നത് അൽ മുഖദ്ദിറാത്തു ലഹരി യുസബ്ബിബ് കോസ് ചെയ്യുന്നു. അൽ കലക്ക എന്ന് പറയുന്നത് ഒരു ആങ്സൈറ്റിയാണ്. വഖദ്ഫാനുദ്ദാക്കിറ മെമ്മറി ലോസ് അഥവാ ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം തുടക്കത്തിലൊരു കാര്യം മറന്നു പോയിട്ടുണ്ട്. +1 ഇതേപോലെയുള്ള ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, സിഹദ് വനംതുൽ ഹയാത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. നിങ്ങൾ ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിലുള്ള കണ്ടൻറ്റുകൾ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ പഠിച്ചോ, അത് എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. അപ്പം അത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതായതുകൊണ്ട് ചെറിയൊരു ഓർമ്മയൊക്കെ ഉണ്ടാവും. അപ്പോൾ സുഹദ് വനംതുൽ ഹയാത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ +1 വേണ്ടിയിട്ട് പ്രവചിച്ചിരുന്നു. കാരണം ലഹരിക്കെതിരെ ഒരുപാട് വർക്ക്ഷോപ്പുകളും അതേപോലെ തന്നെ ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പരിപാടികൾ ചാനൽ മുഖാന്തരം ഞങ്ങൾക്ക് കാണാതെ, അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ലഹരിക്കെതിരെയുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു മെസ്സേജ് നൽകുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇത് വരാവുന്നതാണ്. അതേപോലെ മോഡൽ എക്സാമിനും വന്നിട്ടുണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. +2 മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് എസ്സേ ക്വസ്റ്റ്യനൊക്കെ 3 എസ്സേ ക്വസ്റ്റ്യനും പബ്ലിക്കിനും ചോദിച്ചതായിട്ടൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. അതായത് മോഡൽ എക്സാമിന് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ പബ്ലിക് എക്സാമിനും ചോദിച്ചതായിട്ട് കാണാം. അതിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം മോഡൽ എക്സാമിന് വന്നിട്ടും ഉണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല സാഹചര്യം +1 വന്നിട്ടില്ല ഈ ഒരു ക്വസ്റ്റ്യൻ. +1 വരാനുള്ള ചാൻസ് വളരെ ഒരു 95% ഉണ്ട്. അപ്പോൾ 3 എസ്സേ ഇതാകും. ഓക്കെ, ചിലപ്പോൾ അല്ലെങ്കിൽ 5 മാർക്കിനെങ്കിലും ഇത് വരും. അപ്പം പഠിച്ചാൽ ഒന്നും നഷ്ടപ്പെടില്ല. നമുക്ക് വീണ്ടും പോവാം. അൽ കസീറും മിനൻ നാസി ജനങ്ങളിൽ ഒരുപാട് പേർ യമൂതൂന അവർ മരിച്ചു പോകുന്നു ബിസബബിൽ ഇദ്മാനി അലൽ മുഖദ്ദിറാത്ത് ഈ ഒരു ലഹരിക്ക് അടിമകളായിട്ട്. ഇദ്മാൻ എന്ന് പറഞ്ഞാൽ അടിമയാണ്. അബദ് എന്ന് പറഞ്ഞാൽ ആരാധനയിലുള്ള അടിമയാണ്. അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ള അടിമയാണ്. ആ ഒരു അദവ് എന്ന് പറയുന്നത്
ഇവിടെയൊന്നും യോജിക്കില്ല. ഇദ്മാൻ എന്നാണ് മറ്റുള്ള തരത്തിലുള്ള അടിമത്തത്തിന് പറയുക. ഓക്കെ, അഡിക്ഷൻ അല്ലെങ്കിൽ അടിമത്തം എന്ന് പറയുന്നത്. ലിസാലിക്ക അതുകൊണ്ട് തന്നെ യജിബു നിർബന്ധമാലൽ ജമീഇ ഈ ഒരു എല്ലാവരുടെയും മേലിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മേലിൽ ഇബ്തിയാദ് അനിൽ മുഖദ്ദിറാത്ത് ഈ ഒരു ലഹരി ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ വർജിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അൽ മുഖദ്ദിറാത്തു ഈ ഒരു ലഹരി തുസബ്ബിബു അംറാദിൻ അത് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകുന്നു. എങ്ങനെയുള്ള രോഗങ്ങളാ? ജിസ്മിയ വനഫ്സിയ അത് ശാരീരികമായിട്ടുള്ളതും അതേപോലെ തന്നെ മാനസികപരമായിട്ടുള്ളതുമായ ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകുന്നു. വതുഅസ്സിറു അലൽ അലാഖാത്തിൽ ഇജ്തിമാഇയ വൽ ഉസരിയ ബന്ധങ്ങൾ, അലാഖാത്ത് ബന്ധങ്ങൾ, ഇജ്തിമാഇയ സാമൂഹികമായിട്ടുള്ള അതേപോലെ തന്നെ ഉസരിയ കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങൾ തകർന്നു പോകുവാൻ ഇത് കാരണമാകുന്നു. അൽ ഇസ്ലാമു ഇസ്ലാം അദ്ദീനുൽ ഇസ്ലാം യുഹർരിമുൽ മുഖദ്ദിറാത്ത് എല്ലാ ലഹരിയെയും ഹറാമാക്കിയിരിക്കുന്നു. വശുദ്ദിദു ശക്തമാക്കിയിരിക്കുന്നു. അല ഹിമായത്തി സുഹദിൽ ഇൻസാൻ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് ഒരു നിർബന്ധം പോലെ അത് വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് ദീനുൽ ഇസ്ലാം. യജിബു നിർബന്ധമാക്കി തൗബ പാപമോചനം അനിസ്തിഖ്ദാമിൽ മുഖദ്ദിറാത്ത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പാപമോചനം തേടൽ നിർബന്ധമാണ്. ലിതജന്നബിൽ അദ ഫി ദുനിയ വൽ ആഖിറ അദ എന്ന് പറയുന്നത് എന്താണ്? അദാബിൻ്റെ ഒരു ഭാഗമാണ് അദ. ഓക്കെ, ദുനിയാവിലും അതേപോലെ ആഖിറത്തിലുമുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഇതിൽ നിന്ന് വിട്ടു നിന്നേ മതിയാവും. ഫി നിഹായത്തിൽ മത്വാഫ് ഇതിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ഫി നിഹായ ഫി തഖീർ അവസാനത്തിൽ യജിബു അല്ലെങ്കിൽ മൊത്തത്തിൽ എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഫി നിഹായത്തിൽ മത്വാഫ് മൊത്തത്തിൽ യജിബു അൻ നഅമല ജമീഅൻ നമ്മളെല്ലാവരും ചേർന്ന് പ്രവർത്തിക്കേണ്ടത് നിർബന്ധമായിരിക്കുന്നു. ലി മുവാജഹത്തി മുഷ്കിലത്തിൽ മുഖദ്ദിറാത്ത് ഈ ഒരു ലഹരി ഉണ്ടാക്കുന്ന മുഷ്കിലത്ത് പ്രശ്നങ്ങൾ സ്വാധീകരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ തകർക്കാൻ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് സാമൂഹികപരമായി ഇതിനെ നേരിടേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. യജിബു നമുക്ക് നിർബന്ധമാണ്. നശറുൽ വഇയ്യ ഇതിനെ എന്ത് ചെയ്യുക? പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഹൗല അൽറാറിൽ മുഖദ്ദിറാത്ത് ഈ ഒരു ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് തഅസീരിഹ അതിനെ ഹാമിനെ കുറിച്ച് അസൽബിയ നെഗറ്റീവായിട്ടുള്ള സൈഡ് എഫക്ട്സുകൾ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ സോഷ്യൽ ഇമ്പാക്റ്റുകളെ കുറിച്ചിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇതിനെ പ്രചരിപ്പിക്കേണ്ടത് ആവശ്യകതയായി മാറിയിരിക്കുകയാണ്. ഖാസത്തൻ പ്രത്യേകിച്ചും ബൈന ശബാബ് യുവാക്കൾക്കിടയിൽ. ഇജാലു സിഹത്തക്കും ഔവലിയത്തക്കും നിങ്ങളുടെ ആദ്യ പരിഗണന അത് നിങ്ങളുടെ ആരോഗ്യത്തിനാകട്ടെ. വക്കൂനു മിസാലൻ നിങ്ങൾ ഒരു ഉദാഹരണമാവുക. ലിലാഖിന ബാക്കിയുള്ളവർക്ക് ഫി റഫ്ലിൽ മുഖദ്ദിറാത്ത് ഈ ഒരു ലഹരി വെടിഞ്ഞുകൊണ്ട് റിജക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു പ്രചോദനമാവുക, ഒരു മാതൃകയാവുക എന്നതൊക്കെയാണ് ഇതിൽ വരേണ്ടത്. ഇതിൻ്റെ മീനിങ് കേട്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്. വളരെ സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കി വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എസ് അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് നിങ്ങൾക്ക് വലിപ്പം പോരാന്ന് തോന്നുമ്പോൾ നമ്മളിവിടെ പഴയ ട്രിക്സുകൾ ഉപയോഗിച്ചാൽ മതി. എങ്ങനെയൊക്കെ വലുതാക്കാൻ പറ്റുമോ അങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിച്ചിട്ട് വലുതാക്കുക. ഈ ഒരു കണ്ടൻറ്റ് തീർച്ചയായിട്ടും പോവാത്ത രീതിയിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കുക, എന്നാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരും. ഇപ്പം പറയുന്നത് പോലെ തന്നെ 2 ദിവസം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കൂടെ നിൽക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് വ്യൂവേഴ്സ് ആവശ്യമായിട്ടുണ്ട്. നമ്മളെ കഠിന പ്രയത്നത്തിന് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത് പോലെ നമ്മൾ ഈ ഒരു പ്രയത്നത്തിന് നമുക്ക് കുറച്ച് വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നേടേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം എനിക്കും കിട്ടുകയുള്ളൂ. ആ ഒരു പ്രചോദനം എനിക്കും ആവശ്യമുണ്ട്. സോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സത്യസന്ധമായ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അടുത്ത വീഡിയോസിലോട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. കഴിയുമെങ്കിലും മാറ്റം വരുത്താം. നോമ്പാണ്, അപ്പം ക്ഷീണം ഉണ്ടാവും. നിങ്ങളും എക്സാമിന് വേണ്ടിയിട്ട് ക്ഷീണമൊക്കെ സഹിച്ച് 2 ദിവസം കൂടി മാത്രമേ ഇനിയുള്ളൂ. നിങ്ങൾ ഇങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. സോ ഐ ചലഞ്ച് യു. നിങ്ങൾക്ക് ഒരു വാഗ്ദത്വം നൽകാം. നിങ്ങൾ നമ്മുടെ വീഡിയോസ് മാത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതിനുള്ള എല്ലാ വീഡിയോസും നമ്മൾ എക്സാമിന് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് തീർക്കും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ. സോ ഐ എക്സ്പെക്റ്റ് യു നിങ്ങളുടെ ഒരു തശജ്ജു, നിങ്ങളുടെ ഒരു പ്രചോദനം, നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ ഞാൻ നിങ്ങളിൽ നിന്നും
പ്രതീക്ഷിക്കട്ടെ. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം.